Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 33rd lecture on Environmental Studies. This lecture is based on Human Population and the Environment, which is the 5th module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about the topic Population Growth. And in this lecture, we are going to discuss the topic population explosion. What do you mean by population explosion? Let us discuss the meaning of population explosion. Population explosion is a sudden spurt in the rate of population growth that occurs in the second stage of demographic transition due to a rapid fall in the mortality rate without a corresponding fall in the birth rate. സോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റിലുണ്ടാകുന്ന ഒരു സഡൻ സ്പേർട്ടാണ്. ഇറ്റ് മീൻസ് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റിൽ ഒരു സഡൻ ഹൈക്ക് ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു സഡൻ സ്പേർട്ട് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റിൽ ഒരു സഡൻ സ്പേർട്ട് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് റാപ്പിഡ്ലി ഫോൾ ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൾ ബർത്ത് റേറ്റിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് മരണനിരക്കിൽ മോർട്ടാലിറ്റി റേറ്റിൽ ഒരു റാപ്പിഡ് ഫോൾ ഉണ്ടാകുകയും, അതായത് മരണനിരക്ക് കുറയുകയും എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഫോൾ ബർത്ത് റേറ്റിൽ ജനനനിരക്കിൽ വരാതിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു കേസിലാണ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റിൽ സഡൻ സ്പേർട്ട് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ? അക്കോർഡിംഗ് ടു തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, എവറി കൺട്രി പാസസ് ത്രൂ 3 stages ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. സോ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ 3 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ബോത്ത് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ഹൈ. Hence, population remains more or less stable and the features are backward economy, lower per capita income, low standard of living, absence of educational opportunities, etc. So, demographic transition ഫസ്റ്റ് സ്റ്റേജിൽ ബർത്ത് റേറ്റും ഹൈ ആണ്, ഡെത്ത് റേറ്റും ഹൈ ആണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ റിമെയിൻസ് മോർ ഓർ ലെസ് സ്റ്റേബിൾ. അതായത് പോപ്പുലേഷൻ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ ബർത്ത് റേറ്റിലും ഡെത്ത് റേറ്റിലും ഉണ്ടാകുന്ന ആ ഒരു ഹൈക്കിനനുസരിച്ചിട്ട് പോപ്പുലേഷനിലും അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ടാകുന്നു. ആൻഡ് ഈ സ്റ്റേജ് 1 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ബാക്ക്വേർഡ് എക്കോണമി, ലോ പെർ ക്യാപിറ്റ ഇൻകം, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആബ്സെൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, എക്സെട്ര. In the second stage, with the beginning of process of development, living standards of people improve, education expands, medical and healthcare facilities increase. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ദർ ഇസ് എ ബിഗിനിങ് ഓഫ് പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ബിഗിനിങ് ആണ് സെക്കൻഡ് സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പീപ്പിൾ ഇംപ്രൂവ്. ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിൽ ഇംപ്രൂവ്. ആൻഡ് ദർ ഇസ് എൻ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചെയ്യും. അതുകൂടാതെ പീപ്പിളിന് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഡെത്ത് റേറ്റ്സ് കംസ് ഡൗൺ. അപ്പോൾ ഡ്യൂ ടു ദീസ് ഫാക്ടേഴ്സ് ഡെത്ത് റേറ്റ് വിൽ കം ഡൗൺ. ഡെത്ത് റേറ്റ് ഫോൾ ചെയ്യും. ആസ് ലോങ് എ സൊസൈറ്റി റീമെയിൻസ് പ്രൈമർലി അഗ്രേറിയൻ ആൻഡ് എഡ്യൂക്കേഷൻ റീമെയിൻസ് കൺഫൈൻഡ് ടു എ നാരോ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ടുവേർഡ്സ് എ സൈസ് ഓഫ് ദ ഫാമിലി ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് ബർത്ത് റേറ്റ് റീമെയിൻസ് ഹൈ. പ്രൈമർലി ഒരു സൊസൈറ്റി അഗ്രേറിയൻ ആണ് ആൻഡ് സൊസൈറ്റിയിലെ ഒരു നാരോ സെക്ഷനിലേക്ക് മാത്രമേ എഡ്യൂക്കേഷൻ ലഭ്യമാകുന്നുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരുടെ ഫാമിലിയുടെ സൈസിനെ ബേസ് ചെയ്തുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് ആൻഡ് ബർത്ത് റേറ്റ് റിമെയിൻസ് ഹൈ. അതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റ് വളരെ കൂടുതലുമായിരിക്കും. ഇൻ ദിസ് സിറ്റുവേഷൻ പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസാണ് എന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഒരു അലാമിംഗ് റേറ്റിൽ. Hope you all understand about the topic population explosion. Thank you.